നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇന്നലെ നിഫ്റ്റി നല്ലൊരു ഗെയിൻ ഉണ്ടാക്കി. ആ ഒരു ഗെയിൻ നിലനിർത്താനായിട്ട് ഇന്ന് മാർക്കറ്റിന് പറ്റിയില്ല. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ ഉണ്ടായ ഒരു ഇടിവാണ് പ്രധാന ഇന്നത്തെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണം. കൂടാതെ 2 ദിവസം അവധി, ഇലക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. കൂടാതെ അത് മാത്രമല്ല, ഒരുപാട് ലോക്കൽ ക്യൂസുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കറങ്ങുന്നുണ്ട്. അത് കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ സ്വാഭാവികമായ രീതിയിൽ പൊസിഷൻസ് എല്ലാം തന്നെ കീപ്പ് ചെയ്യാനായിട്ട് വില്ലിങ് ആയില്ല. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണുമ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 22,124 നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 200ഓളം പോയിന്റ് ഫോളായി 21,950 ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും 22,000 മുകളിൽ പോയി, വീണ്ടും 22,000 താഴെ പോയി. അവസാനം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,023 എന്ന റേഞ്ചിലാണ്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 123 പോയിന്റാണ് നിഫ്റ്റി ഫോൾ ആയത്. സെൻസെക്സ് ആവട്ടെ 453 പോയിന്റും ബാങ്ക് നിഫ്റ്റി 195 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. NSEയിൽ 1000 കമ്പനീസ് ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1200 കമ്പനീസിൽ ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. UPL, എയർടെൽ, ബജാജ് ഫിനാൻസ്, HDFC ലൈഫ്, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 3% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ M&M, BPCL, കോൾ ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്, L&T തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 5% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. ഓരോ കമ്പനികളും ഫോൾ ആവാനായിട്ട് സ്പെസിഫിക് റീസൺ ഉണ്ട്. അതിലേക്കൊക്കെ നമ്മൾ കടക്കുന്നുമുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് പ്രധാനപ്പെട്ടിട്ടുള്ള ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ എന്നാണെന്ന് മാർച്ച് 16 3 മണിക്ക്, അതായത് നാളെ 3 മണിക്ക് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ന്യൂസാണ് ഇപ്പം നാളെ 3 മണിക്ക് വരുന്നത്. വിക്സ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടി ഇതിനു മുമ്പുള്ള 2 ലോക്സഭ ഇലക്ഷനുകളിലും വിക്സ് സ്പൈക്കായിരുന്നു. ഇതുവരെ വിക്സ് സ്പൈക്കായിട്ടില്ല, ശാന്തമാണ് വിക്സ്. പക്ഷേ ഈ ഒരു ശാന്തത എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ തന്നെ ശാന്തതയില്ല. മാർക്കറ്റ് ഇടം വലം റാലിയും ഫോളും നടത്തുന്നുണ്ട്. ഇലക്ഷൻ അടക്കുംതോറും ഈ ഒരു പ്രശ്നം കൂടി വരും. രണ്ടാമത്, ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡേറ്റ വന്നു. 11 മന്ത് ഹൈയിലാണുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ എക്കണോമിക് ഡേറ്റാസ് എല്ലാം തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ എക്സ്പോർട്ട് ഡേറ്റ 11 മാസത്തെ ഹൈ. ഇന്നലെ വന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ, WPI ഡേറ്റ, അത് 4 മന്ത് ലോ. അതിനു മുമ്പ് വന്നത് നമ്മളുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ, അതും ലോയിലായിരുന്നു. അതിനു മുമ്പ് നമ്മളുടെ വന്നത് GDP ഡേറ്റ ആയിരുന്നു. അത് RBI ഫോർകാസ്റ്റിനും കൂടുതൽ ആണ് GDP ഡേറ്റ വന്നിട്ടുള്ളത്. വളരെ മികച്ച ഒരു എക്കണോമിക് ഡേറ്റയാണ് ഈ ഒരു സമയത്തുള്ളത്. മൂന്നാമത്, ഇന്ന് രാവിലെ നമ്മൾ കണ്ട ന്യൂസ് ആയിരുന്നു പെട്രോളിൻ്റെ പ്രൈസ് 2 രൂപ കുറച്ചു എന്നുള്ളത്. ഇത് കാരണമാണ് ഇന്ന് IOC, BPCL, HPCL, ഇത് മാത്രമല്ല, ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള പെട്രോ കെമിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്പനീസും 5% ഇടിവുണ്ടായിട്ടുണ്ട്. ഇതും ഇലക്ഷന് മുമ്പ് സ്വാഭാവികമായ രീതിയിൽ പെട്രോളിൻ്റെ വില കുറയ്ക്കാറുണ്ട്. പിന്നീടുള്ളത് സീ എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. സ്റ്റാർ ഇന്ത്യ ആർബിട്രേഷൻ പ്രൊസീഡിങ് കമ്പനിക്കെതിരെ നടത്തും എന്നുള്ള ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഗ്ലോബലി കണ്ടപ്പോൾ ഇന്ന് കണ്ട ഇപ്പോൾ ബിറ്റ്കോയിനെ സംബന്ധിച്ച് നമ്മൾ അറിയാം. ബിറ്റ്കോയിൻ 16,000 റേഞ്ചിൽ നിന്ന് 76,000 റേഞ്ചിലേക്ക് പോയ ബിറ്റ്കോയിൻ ഇന്ന് അതേപോലെ താഴേക്ക് പതിച്ചൊരു കാഴ്ചയാണ്. അതായത് $7,000 ഒരു സിംഗിൾ ഡേ എന്ന് പറയാൻ സാധിക്കില്ല, മണിക്കൂറുകൾ കൊണ്ട് ബിറ്റ്കോയിൻ ഇടിഞ്ഞിട്ടുള്ളത്. $7,000 ഇടിഞ്ഞ ബിറ്റ്കോയിൻ ഏകദേശം ഒരു $2,000 റിക്കവറി രേഖപ്പെടുത്തി ആണ് ബിറ്റ്കോയിൻ്റെ നിൽപ്പ്. പിന്നെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ് EV പോളിസി, അതായത് ഗ്ലോബൽ EV കാറുകൾ സെല്ല് ചെയ്യുന്ന കമ്പനികൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ പല പോളിസീസും തന്നെ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ്. എസ്പെഷ്യലി ടെസ്ല, അതല്ലെങ്കിൽ ടെസ്ലയാണല്ലോ ഇപ്പോൾ വരാനിരിക്കുന്ന കമ്പനി. ഹ്യുണ്ടായും അതല്ലെങ്കിൽ മറ്റുള്ള MG പോലെയുള്ള കമ്പനീസ് നിലവിലെ ഇലക്ട്രിക്കൽ കാറുകൾ ഇവിടെ നല്ല രീതിയിൽ സെയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇനിയും ഇലക്ട്രിക്കൽ കാറുകൾ ഇന്ത്യയിലേക്ക് വരാനായിട്ട് പല
പോളിസീസിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ള ന്യൂസ് കാരണമാണ് ഇന്ന് M&M ഇടിഞ്ഞിട്ടുള്ളത്, ടാറ്റ മോട്ടോഴ്സും ഇടിഞ്ഞിട്ടുള്ളത്. M&Mൻ്റെ പ്രൊമോട്ടേഴ്സ് ഈ ഒരു ന്യൂസ് വരുന്നതിന് മുമ്പേ ഇവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ലിങ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നും M&M ഇടിഞ്ഞിരുന്നു. ഇപ്പോഴും ടാറ്റ മോട്ടോഴ്സും ഇന്ന് ഇടിഞ്ഞു. മൂന്നാമത് PSU സ്റ്റോക്കുകളിൽ ഇവരുടെ കമ്പനികളുടെ സെല്ലിങ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് പല ബ്രോക്കറിംഗ് സ്ഥാപനം PSU കമ്പനീസ് ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള പൊതുവെയുള്ള കാര്യം. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് അടുത്ത ആഴ്ച 2 ദിവസമാണ് മാർക്കറ്റ് അവധി. 25 മൺഡേ തിങ്കളാഴ്ച ഹോളി, 29 വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ. അപ്പോൾ അതായത് നെക്സ്റ്റ് വീക്ക് അല്ല കേട്ടോ, ഈ മാർച്ച് മാസത്തിലെ ഏറ്റവും അവസാനം. പ്രാക്ടിക്കലി ഇനിയിപ്പോൾ 5, 3, 8 ദിവസമാണ് ട്രേഡിംഗ് ഡേ ഉള്ളൂ ഈ ഒരു മന്ത്ലി കോൺട്രാക്ട് എക്സ്പയർ ആവാനായിട്ട്. അതുകൊണ്ട് തന്നെ തീറ്റ വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും എന്ന് കരുതി നമുക്ക് ഷോർട്ട് ചെയ്യാനും പറ്റില്ല. കാരണം വിക്സ് ഇപ്പോൾ 13-ൽ താഴെയാണുള്ളത്. വിക്സ് സ്പൈക്ക് ആവുകയാണെങ്കിൽ പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അടുത്ത ശനിയാഴ്ച ഉണ്ടോ നമ്മുടെ ഈ ഒരു കൊച്ചി ഓഫീസിൽ വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. അപ്പോൾ കുറഞ്ഞ ഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് നമുക്ക് ഓഫ്ലൈൻ പഠിക്കാൻ സാധിക്കും. ഓഫ്ലൈനിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് ഇന്ന് ഇടിഞ്ഞിട്ടില്ല, 13.6. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ, FTSE ഗ്രീനിൽ, ഫ്രാൻസ് ഗ്രീനിൽ, ജർമ്മൻ ഗ്രീനിലാണ്. ബിറ്റ്കോയിൻ കാണാം $5,280 ഇടിഞ്ഞിരുന്നു, പക്ഷേ $7,000 ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ റിക്കവർ ആയതാണ്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് റെഡിലടച്ചു. കോസ്പി കൊറിയ റെഡിലടച്ചു. ചൈന ഷാങ്ഹായ് ഗ്രീനിലടച്ചു. ഓസ്ട്രേലിയ AX200 റെഡിലടച്ചു. ബ്രന്റ് ഓയിൽ 84.95 പെർ ബാരലിന് ആണുള്ളത്. ഇന്ത്യൻ റുപ്പീസ് ഡോളറിന് എതിരെ 82.86 പൈസ. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണുള്ളത്. $2,167 പെർ ഔൺസ് എന്ന നിലയിലാണുള്ളത്. ഇനിയിപ്പോൾ മാർക്കറ്റിലുള്ള പൊതുവെയുള്ള ന്യൂസ് ഇലക്ട്രോണിക് ബോണ്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പരിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളുകൾ സംഭാവന ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ ബോണ്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റം വരുന്നതിന് മുമ്പ് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഞാനൊരു സംഭാവന കൊടുത്തു എന്ന് കരുതുക. എക്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് ഞാൻ എന്നൊരു വ്യക്തി സംഭാവന കൊടുത്തു. ഈ എക്സ് എന്ന പാർട്ടി വിജയിച്ചില്ല, വൈ ആണ് അധികാരത്തിലേക്ക് വന്നത് എങ്കിൽ ഈ വൈ എനിക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാവാം. ആ ഒരു സാഹചര്യം മാറ്റാനായിട്ടാണ് ഈ ഒരു ഇലക്ട്രോണിക് ബോണ്ട് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരാണ് സംഭാവന ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. അനോണിമിറ്റി ഇതിൽ വളരെയധികം കൂടുതലുണ്ട്. കാരണം SBI മുഖാന്തരം നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ ബോണ്ട് വാങ്ങാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. പക്ഷേ ഇതിലും അനോണിമിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആരാണ് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. കമ്പനികൾക്ക് സംഭാവന ചെയ്യാം, പക്ഷേ ഇതിനു മുമ്പുള്ളൊരു നിയമം ഉണ്ടായിരുന്നത് കമ്പനികൾക്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 7% വരെയാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കമ്പനി ആക്ട് ഭേദഗതി വരുത്തി ഇതിൽ ആ ഒരു ക്യാപ്പ് എടുത്തു കളഞ്ഞു. അതായത് ഒരു കമ്പനിക്ക് അവർ ജനറേറ്റ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ 7% മാത്രമാണ് സംഭാവന കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ക്യാപ്പ് എടുത്തു കളഞ്ഞു. ഇപ്പോൾ എത്ര വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേയോ അപ്പോൾ ഷെൽ കമ്പനീസ് വന്നു, അതായത് പേപ്പർ കമ്പനീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇലക്ഷന് മുമ്പ് വരും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അപ്പോൾ ഇലക്ഷന് മുമ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷന് മുമ്പ് നമ്മൾ ഒരുപാട് എത്ര ആളുകളാണ് ഈ ഒരു ന്യൂസ് കാണുന്നതിൽ ഒരു ലോക്സഭ ഇലക്ഷൻ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ സമയത്ത് പറയുന്നത് ഇലക്ഷന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. മാർക്കറ്റ് ഇടിയും, മാർക്കറ്റ് കയറും, വിക്സ് സ്പൈക്ക് ആവും. വിക്സ് 13-നാണുള്ളത്, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സ്പൈക്ക് ആവുമെന്ന്. ആകുമെന്നുള്ള എക്സ്പെക്ടേഷനാണ്. കാരണം കഴിഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡേറ്റ പ്രകാരം 2 ലോക്സഭ ഇലക്ഷനിലും വിക്സ് സ്പൈക്ക് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇലക്ഷന് മുമ്പ് കാണും. ഇപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 10% ഇടിയുമെന്ന് ആർക്കും
ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇലക്ഷന് മുമ്പ് പെട്രോളിന് വില കുറയ്ക്കും എന്നുള്ളത് പരമ്പരാഗതമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇലക്ഷന് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഈ തവണ ഇലക്ഷന് മുമ്പ് ഇത്തരം IOCയിൽ പോലുള്ള കമ്പനീസിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിവേ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് പഠിക്കുന്നു. ഇത് നമുക്ക് പിൽക്കാലത്തേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയേക്കാം. എനിവേ എല്ലാവർക്കും 2 ദിവസത്തെ ഒരു വീക്കെൻഡ് ദിനം. താങ്ക് യു ഓൾ.